ഭാരതവുമായുള്ള ബന്ധത്തിൽ ആശങ്കപ്പെടാനില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയുടെ നല്ല സുഹൃത്താണെന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യ US ബന്ധങ്ങളിലെ വിള്ളൽ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് US പ്രസിഡന്റിന്റെ ഈ വാക്കുകൾ. താരിഫ് യുദ്ധം ഭാരതം ധീരമായി നേരിട്ടതോടെ സമവായ സൂചനകളുമായി രംഗത്തെത്തുകയാണ് ഡൊണാൾഡ് ട്രംപ്. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. I'll always be friends with Modi. He's great Prime Minister. He's great. I'll always be friends, but I just don't like what he's doing at this particular moment. But India and the United States have a special relationship. There's nothing to worry about. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് നൽകും. ഐസൺ, ഒരു സമവായത്തിനായി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ശ്രമിക്കുന്നുവെന്ന് വേണമല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ. തീർച്ചയായും ഗൗതം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമ്മൾ കൃത്യമായി പരാവർത്തനം ചെയ്യുക അല്ലെങ്കിൽ അത് ഭാഷാന്തരം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഭാരതവും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്നത് ഒരു മികച്ച ബന്ധമാണ്. ആ മികച്ച ബന്ധത്തിൻ്റെ വിഷയത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. പ്രധാനമന്ത്രി തങ്ങളുടെ നല്ല സുഹൃത്താണ്, പ്രധാനമന്ത്രി ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് എന്നും അദ്ദേഹം കൃത്യമായി ചെറിയ വാക്കുകളിൽ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് ഭാരതം അതിശക്തമായി താരിഫ് യുദ്ധത്തിനെതിരായ നിലപാടുകൾ സ്വീകരിക്കുക. അതായത് തീർച്ചയായും ഇതൊരു അവസരമായി, താരിഫ് യുദ്ധം ഒരു അവസരമായി ഭാരതം വിനിയോഗിക്കുകയും ചൈനയും റഷ്യയുമായുള്ള ബന്ധം ശക്തീകരിക്കുകയും വലിയൊരു വിപണി ഇവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തതോടെ തൻ്റെ അബദ്ധം തിരിച്ചറിഞ്ഞിരിക്കുന്നു ട്രംപ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും 50% അധിക താരിഫ് ചുമത്തിയതിൽ നിന്നും ഒരു പക്ഷേ റഷ്യയുടെ എണ്ണ വാങ്ങുന്നതിൽ നിന്നുള്ള അധിക താരിഫ് തുടരുകയും അതിന് പുറമെ മറ്റ് 25% താരിഫ് എന്നുള്ളത് കുറച്ചേക്കുമെന്നൊരു സൂചനയെല്ലാം വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപിൻ്റെ വാക്കുകൾ എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. നമുക്കറിയാവുന്നതാണ് ഈ ശക്തമായൊരു ബന്ധം ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിൽ സൃഷ്ടിക്കുകയും വലിയൊരു ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുകയും അതുപോലെ തന്നെ റഷ്യ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സൈനികമായും സാമ്പത്തികമായും വാണിജ്യപരമായും എല്ലാം തന്നെ ഒരു വലിയ ശക്തിയായി ഉയർന്നു വരാനുള്ളൊരു സാധ്യത ഈ സഖ്യത്തിനുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ട്രംപിൻ്റെ നിലപാട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് പാകിസ്ഥാനുമായി അടുക്കാനുള്ള ട്രംപിൻ്റെ നീക്കത്തെ ഈ നിലപാട് എത്ര കണ്ട് സ്വാധീനിക്കുമെന്നും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. തീർച്ചയായും വലിയൊരു സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത്. വിട്ടുവീഴ്ചാപരമായ നിലപാട് സ്വീകരിക്കാൻ അമേരിക്ക തയ്യാറാകുന്നു എന്ന് തന്നെയാണ് സൂചനകളിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. കടുത്ത നിലപാടെടുത്തതോടെ ഇപ്പോൾ ഭാരതവുമായി ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു സമവായത്തിനുള്ള ശ്രമം അമേരിക്ക നടത്തുന്നുവെന്ന് വേണം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ആണ് ഈ പ്രധാന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.